ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇത്രയും പച്ചയായ രീതിയിൽ സി പി എം നേതാക്കൾ എന്തോ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുകയാണ് എന്ന് പരസ്യമായി ആക്ഷേപിക്കാനുള്ള എന്തവകാശമാണ് ജനാധിപത്യത്തിന്റെ പേരിൽ ആഷ്മിയുടെ മാധ്യമ സ്ഥാപനത്തിലുള്ളത്? എൻ്റെ മുമ്പിലുള്ളത് നിങ്ങളുടെ ഓൺലൈൻ റിപ്പോർട്ടാണ്. മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ മത്സരിച്ച് CPM നേതാക്കൾ എന്നാണ് അതിന്റെ തലക്കെട്ട്. അതിൽ സത്യമല്ലേ? CPM നേതാക്കൾ മിസ്റ്റർ ഹാഷ്മി എവിടെയും മുസ്ലിങ്ങൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരോടൊപ്പം രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും എല്ലാ അർത്ഥത്തിലും സംഘടനാപരമായും പാർട്ടിയുടെ ബഹുജന ശേഷിയെ മുൻനിർത്തിക്കൊണ്ട് നിലകൊണ്ടിട്ടുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷവും അതിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്ന CPM-ഉമാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയും. ഇപ്പം ഈ പറയുന്ന വടകരയിൽ ഒരു കാഫർ സ്ക്രീൻഷോട്ട് അടിച്ചുണ്ടാക്കി ഇറക്കി. അത് റിബേഷ് എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐക്കാരൻ നിൽക്കുകയാണ്. അതിനങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല. റിബേഷോട് പോലീസ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നല്ല പറയുന്നത്, ഞാനത് പറയില്ല എന്ന് റിബേഷ് പോലീസിനോട് പറയുന്നത്. റിബേഷിനെതിരെ ഒരു നടപടി പാർട്ടി എടുത്തിട്ടില്ല, പോലീസും എടുത്തിട്ടില്ല. ഇപ്പോഴും എന്തോ ഫോറൻസിക് ലാബ് റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് വായും പൊളിച്ച് മേപ്പോട്ട് പോലീസ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പാലക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ UDF ജയിച്ചു. അവിടെയും നിങ്ങൾ പറയുന്നു മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം വർഗീയത, ന്യൂനപക്ഷ വർഗീയത. വയനാട് നിങ്ങൾ വലിയ തോതിൽ സത്യം മൊകേരിക്ക് 7000 ചില്ലുവാനും വോട്ട് നഷ്ടപ്പെട്ടു. അവിടെ നിങ്ങൾ പറയുന്നു മുസ്ലിം വർഗീയത, ന്യൂനപക്ഷ വർഗീയത. ഇവൻ ശരിയല്ല. മെക്സവനിൽ മലബാർ മേഖലയിൽ അത് രൂപം കൊണ്ട് കുറച്ചധികം മുസ്ലിങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികൾ, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ പോകുന്നു, ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു. KT കുഞ്ഞിക്കണ്ണ മാഷ, ഇവിടെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ നിങ്ങൾ വോട്ട് തിരിച്ചു പിടിക്കാൻ കാണിക്കുന്ന സ്ട്രാറ്റജി രാഷ്ട്രീയമായി എനിക്ക് മനസ്സിലാകും. പക്ഷെ ഒരു നാടിനെ കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള മുടിഞ്ഞ രാഷ്ട്രീയമായി മാറണോ? ഒരു ബെഞ്ച് മാർക്ക് പാലിക്കണ്ടേ KT കുഞ്ഞിക്കണ്ണൻ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ല, ആഷ്മിക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ CPM പോലുള്ളൊരു പാർട്ടി അതിൻ്റെ ഒരു മതനിരപേക്ഷ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു സമുദായത്തെയോ സാമൂഹ്യ വിഭാഗത്തെയോ സാമുദായികമോ മതപരവുമായ വികാരം ഉണർത്തി തങ്ങളുടെ കൂടെ കൂട്ടാൻ നോക്കുന്നവരല്ല. സത്യമായി പറയുന്നവനായി ആ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം നമുക്കില്ല. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. അപ്പം നമ്മുടെ ഒരു സമകാലീന ഒരു 10-30 വർഷക്കാലത്തെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരുമായി കൂട്ടുകൂടാൻ മടി കാണിക്കാത്തവരാണ് ഇവിടുത്തെ UDF-കാർ, BJP-ക്കാരും. കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും ഇടതുപക്ഷ വിരുദ്ധതയുടെയും അടിസ്ഥാനം എന്താണ്? അത് വർഗപരമായ ഒരു പ്രശ്നമാണ് ആഷ്മി. ആ പ്രമാണി വർഗങ്ങളുടെ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരാശയവും രാഷ്ട്രീയവുമാണ് UDF-ഉം BJP-യും ഇവിടെ ഇന്നും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ എല്ലാ അർത്ഥത്തിലും തകർക്കാൻ, എതിർക്കാൻ ഏത് കൂട്ടുകെട്ടും ഉണ്ടാക്കും. അപ്പോൾ BJP-യുമായിട്ടും RSS-ഉമായിട്ടും എല്ലാ രഹസ്യബന്ധവും പുലർത്തുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അംബർല, ആ അംബർലക്ക് കീഴിലാണ് ജമാഅത്ത് ഇസ്ലാമി SDPI ഇവിടെ തീവ്ര മതവികാരം ഇളക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ എതിരാക്കാൻ കഴിയുമോ? ഭീകരവാദികളാണെന്നും മതരാഷ്ട്രവാദികളാണെന്നും CPM-ന്റെ തിരിച്ചറിവ് എന്ന് മുതലാണ് KT കുഞ്ഞിക്കണ്ണൻ? ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് CPM പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമി CPM-ന് പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ AKI സെന്ററിലോ അല്ലെങ്കിൽ CPM നേതാക്കൾ താമസിക്കുന്ന സ്ഥലത്തോ വന്ന് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സഖ്യമല്ല. അവർ നിങ്ങൾക്ക് നിർലോഭം സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്നൊരു വാക്ക് CPM എന്ന് പറഞ്ഞു. അതിന് പകരം എന്താണ്? അതിന് പകരം CPM നിങ്ങളുടെ മുഖപത്രത്തിൽ ആ വോട്ട് കിട്ടിയതിനെ ശ്ലാഘിച്ച് അഭിനന്ദിച്ച് നല്ല തീരുമാനങ്ങൾ എന്ന രീതിയിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഏതെങ്കിലും പത്രം അവരുടെ മുഖപത്രം അല്ലാതെ മറ്റൊരു പത്രത്തിൽ ജമാഅത്തെ ഇസ്ലാമി അഭിനന്ദിച്ച് മുഖപ്രസംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് ദേശാഭിമാനിയിലാണ്. KT കുഞ്ഞിക്കണ്ണൻ ആ വോട്ട് കിട്ടിയതിനെ അക്നോളജ് ചെയ്ത് നന്ദി പറയുന്ന ആരാണ്? പിണറായി വിജയനാണ്. ആ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ എന്ന ആര്യാടൻ സഭയിൽ പറഞ്ഞപ്പോൾ ആര്യാട നിങ്ങളുടെ ദുഷ്ടബുദ്ധി എന്ന് പറഞ്ഞ ആരാണ്? കോടിയേരി ബാലകൃഷ്ണനാണ്. ഈ ചരിത്രമൊക്കെ ഒരുപാട് നാൾ മുമ്പുള്ളതല്ല, ഈ അടുത്ത കാലത്തുള്ളതാണ്. ഇതൊക്കെ അവർ നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ച് UDF-ന് കൊടുക്കുമ്പോൾ ഇവർ ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പോകുന്നു, ഹിന്ദുക്കളെ വേട്ടയാടാൻ പോകുന്നു എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ KT കുഞ്ഞിക്കണ്ണ മാഷേ? എണീറ്റ് വരണ്ടേയിരുന്നു.
ആഷ്മിയെ പോലുള്ള ഒരാൾ CPM-ന്റെ പാർട്ടി രേഖകളും ഈ കാര്യത്തിൽ CPM നേതാക്കൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വെറുതെ കിടന്ന് ഉരുളാദാശനെ 2009 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആണവ കരാർ മുഖ്യ കേന്ദ്ര വിഷയമായി ചർച്ച ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. കേരളത്തിൽ ആണവ കരാറിനെ ഏറ്റവും കൂടുതൽ ന്യായീകരിച്ചത് എല്ലാ ചാനലുകളും ചർച്ച ചെയ്തു, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചർച്ചകളിൽ അതിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചത് ഷാനവാസ് ആയിരുന്നു. ആ ഷാനവാസ് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അവർക്കാ പിന്തുണ കൊടുത്തത്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഇപ്പൊ അവിടെ അഭിമന്യുവിന്റെ ജന്മനാട്ടിൽ SDPI പിന്തുണയിൽ CPM ഭരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാം ഈ 2011 നിങ്ങൾക്ക് വോട്ട് തന്നു. ആ വോട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം, ഔദാര്യപൂർവ്വം, നിങ്ങൾ നന്ദിപൂർവ്വം സ്വീകരിച്ചവരാണ്. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? നിങ്ങൾ പാർട്ടി മുഖപത്രത്തിൽ അതിനെ ശ്ലാഘിച്ച് മുഖപ്രസംഗം എഴുതിയവരാണ്. ഒന്നുകൂടി ഇവിടെ പറഞ്ഞാൽ സഭാരേഖയിൽ നിയമസഭയിൽ ആര്യാടൻ മുഹമ്മദ് ഞാൻ മാഷ്ക്ക് അയച്ചു തരാം. വേണ്ട കണ്ടാത്തോണ്ട അന്നുണ്ടായ ഏതോ ഒരു സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികൾ എന്ന് ആര്യാടൻ പറയുമ്പോൾ അതിനെ തിരുത്തുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. എന്താണ് പറയുന്നത്? ആര്യാടന് മൃദു ഹിന്ദുത്വമാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ കിട്ടാനുള്ള ദുഷ്ടലാക്കാണ് ആര്യാടന് എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. സഭാരേഖ തെളിവ്. ഇതൊക്കെ രേഖാപോലും കിടപ്പല്ലേ KT കുഞ്ഞിക്കണ്ണ? അതല്ലാതെ ഇത് മൊത്തം ഭീകരവാദികൾ എന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായ പറ്റുമോ? അത് നിങ്ങളുടെ നിലപാട് ഇരട്ടത്താപ്പാണ് അല്ലേ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, അഷ്മി ഈ ചർച്ച ചെയ്യുന്ന എന്താണ്? CPM ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ CPM-ന്റെ തെറ്റാണത്. അത് നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം. ശശിയെ എന്നാണ് ഈ പറയുന്നത്? അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഹുക്കുമത്തെ ഇല്ലാതാകുന്നില്ലല്ലോ. അവർ ആ ഒരു ഇന്നത്തെ ഒരു ഗ്ലോബൽ അതായത് മുൻകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് CPM ചെയ്ത തെറ്റ് എന്ന് ഒരു വാക്ക് KT കുഞ്ഞിക്കണ്ണ മാഷ് പറഞ്ഞാൽ അത് വലിയ വാർത്തയാണ്, വലിയ ബ്രേക്ക് വാർത്തയാണ്. എന്റെ വാദം തീരുകയും ചെയ്യും. അങ്ങനെയാണോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് തെറ്റെന്ന് സമ്മതിക്കുന്നു KT കുഞ്ഞിക്കണ്ണൻ അല്ലേ? ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയതിനെ ശ്ലാഘിച്ച് ചെയ്തതിനെ തെറ്റെന്ന് സമ്മതിക്കുന്നു കുഞ്ഞിക്കണ്ണൻ അല്ലേ? സഭയിൽ തീവ്രവാദികളല്ല എന്ന് കോടിയേരി പറഞ്ഞതിനെ തെറ്റ് എന്ന് പറയുന്നു കുഞ്ഞിക്കണ്ണൻ. അങ്ങനെയാണോ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ജമാഅത്ത് ഇസ്ലാമി CPM-ന് വോട്ട് ചെയ്താലും CPM പത്രം ജമാഅത്ത് ഇസ്ലാമി ശരിയായ സംഘടനയാണെന്ന് പറഞ്ഞാലും ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി മതരാഷ്ട്രവാദമാണ്. അവർ എനിക്ക് തർക്കമാക്കരുത്തില്ല. KT കുഞ്ഞിക്കണ്ണൻ അങ്ങ് ഒരു കാര്യം ഒന്ന് പറയണം. പോയ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയത് പോട്ടെ, അവരുടെ കാര്യം. പക്ഷെ അതിനെ ശ്ലാഘിച്ച് CPM എഴുതിയ മുഖപ്രസംഗം തെറ്റായിരുന്നു എന്ന് KT കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ പറയണം. എന്താ ഉറക്കം വരുന്നു? അവർ തീവ്രവാദികളെന്ന് ആര്യാടൻ താങ്കളുടെ ഭാഷയിൽ ശരിയാവണ്ണം പറഞ്ഞപ്പോൾ അത് തെറ്റാണ്, ആര്യാടൻ ദുഷ്ടലാക്കാണ്, ആര്യാടൻ മൃദു ഹിന്ദുത്വമാണ് എന്ന് കോടിയേരി പറഞ്ഞ് തെറ്റാണ് എന്ന് KT കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ സമ്മതിക്കണം. സമ്മതിക്കുമോ മാഷേ? ഞാനൊക്കെ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നത് നിനക്കൊന്നും സൈക്കിളിലല്ലേ? CPM-ന് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് വളരെ കൃത്യമായ നിലപാടുണ്ട്. CPM-ന്റെ സമുന്നതരായ നേതാക്കളും അതിൻ്റെ സൈദ്ധാന്തിക തലം കൈകാര്യം ചെയ്യുന്ന നിരവധി വ്യക്തികളും RSS-ഉം ജമാഅത്ത് ഇസ്ലാമിയും ഇന്ത്യൻ സാഹചര്യത്തിൽ ചരിത്രപരമായി വഹിക്കുന്ന പങ്കെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി CPM-ന് വോട്ട് ചെയ്യാനെടുത്ത തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ എഴുതിയ ലേഖനം ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. ഇവിടെ തീവ്രവാദികൾ എന്ന് ആര്യാടൻ വിളിച്ചപ്പോൾ അത് ആര്യാടന്റെ മൃദുഹിന്ദുത്വമാണെന്ന് കോടിയേരിയുടെ തിരുത്ത് രണ്ടും CPM-ന് ചരിത്രപരമായി തെറ്റാണ് എന്നങ്ങ് സമ്മതിക്കുമോ KT കുഞ്ഞിക്കണ്ണൻ? മിനിമം ഏറ്റവും ചുരുങ്ങിയ പക്ഷം. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. CPM-ന്റെ മുഖപത്രം ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്ന പിന്തുണയെ അനുകൂലിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ എന്താണ് നമ്മുടെ കഴിഞ്ഞകാല രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ കാണേണ്ടത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നിലപാടൊന്നേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പണ്ടത്തെ നിലപാട് തന്നെയാണ്. അവർക്ക് അതേ നിലപാട്. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ശ്ലാഘിക്കുമ്പോൾ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുമോദന പാർട്ടി മുഖപത്രത്തിൽ എഴുതുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഇത് തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയാത്തവരുമല്ല അല്ലേ? ഇതൊരു നടക്ക് പോണ കേസല്ല. അന്ന് അവർക്ക് നിങ്ങൾക്ക് പഞ്ചസാര പാൽമുട്ടെ. കാരണം എന്താണ്? വോട്ട് തരുന്നത് നിങ്ങൾക്കാണല്ലോ. അപ്പൊ ഭീകരവാദികളല്ല. ഇപ്പൊ വോട്ട് തരുന്നത് UDF-ന്. അപ്പൊ ഭീകരവാദി അല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞ ഭാഷേ എന്നെ കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അവരുടെ വലതുപക്ഷ മതരാഷ്ട്രവാദ അജണ്ടയെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിച്ച് നിർത്താനുള്ള ഒരു ശ്രമമായിട്ടേ കാണാൻ കഴിയൂ. അഷ്മി ഇപ്പൊ അതാ അങ്ങനെ ശ്രമമല്ലെങ്കിൽ KT കുഞ്ഞിക്കണ്ണൻ വളരെ ലഘുവായി ഒറ്റ വാക്യത്തിൽ അന്ന് ദേശാഭിമാനി എഴുതി തെറ്റായി പോയി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. അങ്ങക്ക് എന്റെ വായടക്കാം.
അല്ലെങ്കിൽ കോടിയേരി സഭയിൽ സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന് കോടിയേരി ഇപ്പോൾ എന്ന് അങ്ങിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ വാദം തീർന്നു. മിസ്റ്റർ അഷ്മി ഇങ്ങനെയല്ല ആ വിഷയത്തെ കാണേണ്ടത്. ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ ചരിത്ര സാഹചര്യത്തിൽ എങ്ങനെയാണ് അത് വന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ ചരിത്രത്തിന്റെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഇന്ന് ഒറ്റ വാക്കിൽ അത് ശരിയോ തെറ്റോ എന്നുള്ളത് അതൊക്കെ തന്നെ എന്താണ് ഈ ഗിമ്മിക്സ് ആണ്, മാധ്യമ പ്രവർത്തനത്തിന്റെ ഗിമ്മിക്സ് ആണ്. ചരിത്ര പണ്ഡിത ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നും ഒരേ ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾക്ക് വോട്ട് തന്നതിന് നിങ്ങൾ സ്വീകരിച്ചപ്പോഴും അതിനെ നന്ദിപൂർവ്വം സ്മരിച്ച് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതുമ്പോഴും ആര്യാടനെ തിരുത്തി കോടിയേരി പറയുമ്പോഴൊക്കെ ഇതേ ജമാഅത്തെ ഇസ്ലാമിയാ. അതിനെ ഗിമ്മിക്ക് എന്നൊന്നും പറയല്ലേ. ജിൻഡോ, ഇവിടെ നിങ്ങൾ വിജയരാഘവനെ വർഗീയ വിജയരാഘവൻ എന്ന് വിളിക്കുകയാണ്. തെറ്റാണ്. വിജയരാഘവൻ വർഗീയവാദിയാണോ? അല്ല. പി മോഹനൻ വർഗീയവാദിയാണോ? അല്ല. എന്തൊരു മാറ്റം, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ കാരണം എന്താണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹമാസ് എന്ന് പറഞ്ഞ്, പൗരത്വ ഭേദഗതി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മുസ്ലിം സംരക്ഷകർ ഞങ്ങളാണെന്ന് പറഞ്ഞ് മലബാർ മേഖലയിലൊക്കെ പ്രസംഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടായില്ലെന്ന് മാത്രമല്ല തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മുസ്ലിം വോട്ട് കിട്ടിയില്ല. CPM-ന്റെ ബേസ് വോട്ട് ഈഴ വോട്ട് ചോർന്നു പോവുകയും ചെയ്തു. അടുത്ത ഇലക്ഷൻ ഇപ്പോൾ നേരത്തെ ഈ പറയുന്ന എന്താണ് ആ സ്ട്രാറ്റജി നേരെ തിരിച്ചിട്ടു. ആ തിരിച്ചിടുമ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയുന്നു എന്നതല്ലാതെ ഇവരൊന്നും ഉള്ളിൽ വർഗീയവാദികളല്ല ജിൻഡോ. അപ്പൊ അവരെ വർഗീയവാദികൾ എന്ന് വിളിക്കാവോ? വർഗീയ വിജയരാഘവൻ എന്നൊക്കെ വിളിക്കാവോ? തെറ്റല്ലേ? ഇല്ല, വർഗീയവാദികളെന്നല്ല വിളിക്കേണ്ടത്, വിഷരാഘവൻ എന്നാണ് വിളിക്കേണ്ടത്. ഈ ചർച്ചയിൽ പോലും കൃത്യമായിട്ട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന KT കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ മുൻകാല ചരിത്രം കൂടി പരിശോധിക്കണം. ഇത് പെട്ടെന്ന് വന്നൊരു നാക്കുപിഴയായിട്ടൊന്നും നമ്മൾ കാണണ്ട. CPM-ന്റെ പ്രഖ്യാപിത നിലപാടാണെന്നേ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ ജിൻഡോ, ഇതിൽ CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഏതെങ്കിലും പ്രസ്താവന നടത്തിക്കണ്ടോ? ഇല്ല. അവർ ന്യൂനപക്ഷ സംരക്ഷകരായിരുന്നു. അവർ പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മാസ് ഡയലോഗ് ഇട്ട് പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയായിരുന്നു അല്ലേ? അവർ ഈ പറയുന്ന പലസ്തീൻ കോസിനൊപ്പം നിന്ന് മലബാർ മേഖലയിലൊക്കെ എല്ലാ കവലകളിലും നടത്തി പ്രചരണം നടത്തിയ എന്താണ് ന്യൂനപക്ഷ സംരക്ഷകരും മുസ്ലിം ഇഷ്ടക്കാരുമല്ല ആയിരുന്നില്ലേ ജിൻഡോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ അവരുടെ തന്ത്രം പരാജയപ്പെട്ടു. തന്ത്രം ഒന്ന് മാറ്റി, അത്രേ ഉള്ളൂ ഇക്കാര്യത്തിൽ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗ് ഇവർക്ക് വലിയ പലഹാരമായിരുന്നു. ഇവർക്ക് മുസ്ലിം ലീഗിനോട് പുന്നാരമായിരുന്നു. മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് പലതും കൊടുക്കാനുണ്ടെന്നൊക്കെയാണ് CPM-ന്റെ ഉന്നത നേതാക്കന്മാർ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിനില്ലാത്ത കുഴപ്പങ്ങളില്ല. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭ ബൈ ഇലക്ഷൻ സമയത്ത് പാലക്കാട് സിറാജും സുപ്രഭാതം പത്രത്തിൽ വാർത്ത കൊടുത്തതുപോലെ ആളുകളെ തരാതരം പോലെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത് തമ്മിലടിപ്പിക്കാനുള്ള വർഗീയ അജണ്ടയാണ് ഇതിന്റെ പുറകിൽ. ചരിത്രം ഒരു മഹാനദിയാണ്. ആ നദിയുടെ ഒഴുക്ക് ഇങ്ങനെ തുടരുന്നു. അതിൽ ചരിത്രത്തിന്റെ പോയകാല ഒഴുക്ക് നോക്കണ്ട. ഇന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമി ഭീകരവാദികൾ, ഇന്നലെ മുതൽ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന് മുതൽ ഭീകരവാദികൾ തോന്നുവാണ്ട തീരുമാനിക്കുന്ന CPM. അത്രേ ഉള്ളൂ അക്കാര്യത്തിൽ. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, അല്ല ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. അന്ന് CPM-ന് വോട്ട് ചെയ്തപ്പോൾ അവർ പഞ്ചാര പാലുമിട്ടായും അവർ പിന്നീട് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മതരാഷ്ട്രവാദികളുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കോമൺ സെൻസ് ഉള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ലോജിക്കാണോ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം നിന്നത് ന്യൂനപക്ഷ വർഗീയവാദികളാണ് എന്നാണല്ലോ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ആനി രാജയ്ക്ക് കിട്ടിയതിനേക്കാൾ 72,000 വോട്ട് സത്യൻ മുഖേരിക്ക് കുറവാണ്. അപ്പോൾ ആ 72,000 വോട്ട് ആനി രാജയ്ക്ക് കിട്ടിയത് ഈ പറഞ്ഞ വർഗീയവാദികളുടെ ആണോ, ന്യൂനപക്ഷ വർഗീയവാദികളുടെ വോട്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നല്ല വോട്ടും ഈ പ്രിയങ്ക ഗാന്ധി കിട്ടുമ്പോൾ അത് വർഗീയവാദികളുടെ വോട്ടുമായി മാറുന്നത് എങ്ങനെയാ? ഇവിടെ PDP പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ PDP നല്ല പാർട്ടി, ജനാധിപത്യ പാർട്ടി. PDP ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർ മോശപ്പെട്ട പാർട്ടി. സമാനമാണ് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യത്തിൽ. എന്ത് നിലപാടാണ് CPM-ന്റെ സൈദ്ധാന്തികമാർക്ക് പറയാനുള്ളത്? പച്ച വർഗീയതയാണ് പറയുന്നത്. ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.